ഹലോ, ഇന്ന് നമുക്ക് സാംസങ് B310 ഹെഡ്ഫോൺ സ്ക്രീനിൽ വന്നു നിൽക്കുന്ന കംപ്ലൈൻറ്റ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഈ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ മൈക്ക്, സ്പീക്കർ അങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. ഇതെല്ലാം വർക്ക് ചെയ്യാതിരിക്കും. ഈ കംപ്ലൈൻറ്റ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇത് വാട്ടർ ഡാമേജ് ആണെങ്കിൽ നിങ്ങൾ വാട്ടർ ഡാമേജ് ഉണ്ടോ എന്ന് നോക്കുക. ഈ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ ഹെഡ്ഫോണിൻ്റെ അകം ഒന്ന് ചൊവ്വിന് തിന്നർ ഒഴിച്ച് ക്ലീൻ ചെയ്യുക. ഇത്രയും ഭാഗം ഒന്ന് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് ഹീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കംപ്ലൈൻറ്റ് മാറുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം മാറുന്നില്ലെങ്കിൽ നിങ്ങളോട് അതിൻ്റെ കണക്ഷൻ പറഞ്ഞുതരാം. ഈ കണക്ഷൻ നേരെ പോകുന്നത്, അതായത് ഹെഡ്ഫോണിൻ്റെ ഈ കണക്ഷൻ, ഈ രണ്ട് കണക്ഷനാണ് ഇതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഈ കണക്ഷൻ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് പറഞ്ഞുതരാം. ഈ ബോർഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇത് കണ്ട്, ഈ ICയുടെ ഇവിടെ ഒരു IC ഇരിപ്പുണ്ട്, അതിൻ്റെ കോണയിൽ ഇത് കണ്ടോ ഒരു രജിസ്റ്റർ ഇരിക്കുന്നത്, ആ സ്പെയറിലേക്കാണ് ആ കണക്ഷൻ കയറുന്നത്. ആ സ്പെയറിൻ്റെ രണ്ട് സൈഡിലേക്കും പോകും. പിന്നെ ഈ കണക്ഷൻ കയറുന്നത്, അതായത് ഈ കണക്ഷൻ, അത് ഇമ്പോർട്ടൻ്റ് ഒരു കണക്ഷനാണ്. ഈ കണക്ഷൻ കയറുന്നത് നമ്മൾ മുമ്പേ കണ്ട സ്പെയറിൽ അതിൻ്റെ താഴത്തെ, അതായത് അത് തൊട്ട് മൂന്നാമതിരിക്കുന്ന സ്പെയറാണ്. അതിൻ്റെ രണ്ട് സൈഡിലേക്കും കണക്ഷൻ കയറും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണക്ഷൻ നിങ്ങൾക്ക് ഹെഡ്ഫോൺ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വർക്ക് ചെയ്യുന്നില്ല എന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഒക്കെ ചെയ്യാം. അഥവാ നിങ്ങൾക്കിത് ഹെഡ്ഫോൺ സിമ്പിൾ മാറ്റിയാൽ മതിയെങ്കിൽ നിങ്ങളത് റിമൂവ് ചെയ്താൽ മതിയാകും. അതായത് ഈ സ്പെയറും അതിൻ്റെ താഴത്തെ സ്പെയറും. അപ്പോൾ എന്നാൽ ഓക്കെ എന്നാൽ.